മിസ്റ്റർ രാമേന്ദ്രൻ, കർണാടകത്തിൽ നിന്ന് ഒരു ലൈംഗികാപവാദ കേസ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വരുന്നു. അപ്പോൾ ഈ ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഹസാൻ JDSൻ്റെ സ്ഥാനാർത്ഥിയായി BJP പിന്തുണയോടെ മത്സരിക്കുന്ന പ്രജ്വലിനും അദ്ദേഹത്തിൻ്റെ പിതാവ് രേവണ്ണയ്ക്കുമെതിരായിട്ടാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീ പോലീസിന് നൽകിയ ഒരു പരാതി ഈ പ്രജ്വലിൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പിങ്ങുമാണ് ഇതിൻ്റെ ആധാരം. വലിയ വിവാദമായിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രജ്വലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഹസനിലെ പോളിംഗ് കഴിഞ്ഞതാണ്, രണ്ടാം ഫേസിൽ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ വിവാദം എവിടെ ചെന്ന് നിൽക്കും? എന്താണ് ഇതിൻ്റെ പരിണതസാധ്യത? അതെ, ഈ വിവാദം ഉണ്ടാവും എന്നുള്ളത് ഏതാണ്ട് പ്രജ്വലിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ ജർമ്മനിയിലേക്ക് സ്ഥലം വിടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പിതാവ് രേവണ്ണ പറയുന്നത് അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന യാത്രയാണ്, വന്നോളും, കേസൊക്കെ അഭിമുഖീകരിച്ചോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. രേവണ്ണയെ പ്രജ്വലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സസ്പെൻഷൻ പോരാ എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വോട്ടെടുപ്പ് സമയമായതുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്നത്. അത് പോരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഏതായാലും കേസ് ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പകർത്താനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫോണുകളൊക്കെ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപവൽക്കരിച്ചിട്ടുണ്ട്. ആ ഫോണൊക്കെ കണ്ടെത്തേണ്ട കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടെത്തുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഈ വളരെ വർഷങ്ങൾ പ്രജ്വലിൻ്റെ ഡ്രൈവറായിരുന്ന കാർത്തിക് റെഡ്ഡി പറഞ്ഞിട്ടുണ്ട് ഇത് മുഴുവൻ പ്രജ്വലിൻ്റെ ഐഫോണിൽ നിന്ന് എടുത്തത്, അയാൾ ചോർത്തിയിട്ടാണ് ഈ ദേവരാജ ഗൗഡ എന്ന് പറഞ്ഞ പ്രാദേശിക BJP നേതാവിന് കൊടുത്തത് എന്ന് ഇന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും ഒരു പത്രസമ്മേളനം പോലെയൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെയും ഈ ഡ്രൈവർ ചെറുകിട ആളൊന്നുമല്ല, നേരത്തെയും പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ വിഷയത്തിൽ തന്നെ മുമ്പ്. ഇത് ആദ്യമായിട്ട് പുറത്തു വരുന്നതല്ല. ഇത് സത്യത്തിൽ ആദ്യം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഈ പബ്ലിക് സ്പേസിൽ വരുന്നത് ഈ പ്രജ്വല് തന്നെ പറഞ്ഞിട്ടാണ്. അത് 2023 കഴിഞ്ഞ കൊല്ലം ജൂൺ 1-ാം തീയതി പ്രജ്വൽ തന്നെ കോടതിയിൽ ഇത് പറഞ്ഞതാണ്. കാരണം 86 മാധ്യമങ്ങളെയും 3 വ്യക്തികളെയും ഇത് മോർഫ് ചെയ്താണ്, ദൃശ്യങ്ങളുണ്ട്, അത് പുറത്തുവിടുന്നതിൽ നിന്ന് വിലക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഗാഗ് ഓർഡറിന് വേണ്ടി കോടതിയിൽ പോയപ്പോൾ പ്രജ്വൽ തന്നെ ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതാണ്, 2023 ജൂൺ 1-ാം തീയതി. അത് അടുത്ത ദിവസം തന്നെ കോടതി അനുവദിച്ചു. എന്നിട്ട് മാധ്യമങ്ങളെയൊക്കെ വിലക്കി, മറ്റേ പ്രസിദ്ധീകരിക്കരുത് എന്നും പറഞ്ഞു. ആ 3 പേരിൽ അന്ന് 3 പേരെയും വിലക്കണമെന്ന് പ്രജ്വൽ ആവശ്യപ്പെട്ടവരിൽ ഒരാളാണ് ഈ ഡ്രൈവർ, ഈ കാർത്തിക് റെഡ്ഡി. ആ ഡ്രൈവർ പല കാര്യങ്ങളും പോയ ശേഷം 7 കൊല്ലം ഡ്രൈവറായിരുന്നു, തിരിച്ചു പോയ ശേഷം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെ കോടതിയിലെ കേസിൽ പ്രജ്വൽ പറഞ്ഞിരുന്നു. 2023 ഡിസംബറിൽ ഈ കേസൊക്കെ നടക്കുമ്പോൾ ഈ ഡ്രൈവർ പോലീസിൽ പരാതിയും കൊടുത്തിരുന്നു. പരാതി എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ ഡ്രൈവറെയും ഭാര്യയെയും അമ്മയെയും ഡ്രൈവറുടെ അമ്മയെയും ഇയാൾ കിഡ്നാപ്പ് ചെയ്തു, റാഞ്ചി കൊണ്ടുപോയി, ഭീഷണിപ്പെടുത്തി എന്നൊക്കെയായിരുന്നു പരാതി. അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബെനാമി പ്രോപ്പർട്ടിയോ മറ്റോ ഡ്രൈവറുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, 13 ഏക്കർ സ്ഥലം. ആ 13 ഏക്കർ സ്ഥലം തിരിച്ചെഴുതി തരണം എന്ന് പറഞ്ഞിട്ടാണ് റാഞ്ചി കൊണ്ടുപോയത്. കുടുംബമടക്കം കിട്ടാൻ. അതെ. അപ്പോൾ 13 ഏക്കർ എന്നൊക്കെ പറഞ്ഞ ചില്ലറ സ്ഥലമല്ലല്ലോ. അതെന്തായാലും ഡ്രൈവർ കൊടുത്തിട്ടില്ല ഇതുവരെ. അത് പല ഈ രാഷ്ട്രീയ നേതാക്കൾക്കും പറ്റുന്ന പരിപാടിയാണിത്. പലരുടെയും പേരിൽ ഇത് അനധികൃത സമ്പാദ്യമൊക്കെ ആകുമ്പോൾ എഴുതി വെക്കും. പിന്നെ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരായിരുന്ന ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ ഇത്തരം അനുഭവങ്ങൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. മോഷ്ടിച്ച സ്വത്ത് അന്യാധീനപ്പെട്ടു പോകും. അപ്പോൾ ഈ ആ ഡ്രൈവറുടെ അഭിഭാഷകനാണ് ഈ BJP നേതാവ് ഇതൊക്കെ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നതായിട്ട് പറയപ്പെടുന്ന ദേവരാജ ഗൗഡ. ആ പ്രാദേശിക BJP നേതാവ് ഡ്രൈവറുടെ അഭിഭാഷകനും കൂടിയാണ്.
അപ്പോൾ 2024 ഈ കൊല്ലം ജനുവരിയിൽ ഈ അഡ്വക്കേറ്റ് ദേവരാജ ഗൗഡയും ഇത് ഹൈക്കോടതിയിൽ ഇത് പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രജ്വലിനെ MP സ്ഥാനത്ത് നിന്ന് ഹൈക്കോടതി അയോഗ്യനാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് കേസിൽ. ആ തെരഞ്ഞെടുപ്പ് കേസിലെ വക്കീലുമായിരുന്നു ഈ ദേവരാജ ഗൗഡ. അത് അയോഗ്യനാക്കിയത് എന്താണെന്ന് വെച്ചാൽ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം ഡിസ്ക്വാളിഫൈ ചെയ്ത് നിൽക്കുകയാണോ? ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ്. സ്റ്റേ ഇല്ല, അതാണ്. അപ്പോൾ ആ അയോഗ്യനാക്കുന്ന കേസിലും ഈ ദേവരാജ ഗൗഡ അന്നത്തെ അത് ആ ഡിസ്ക്വാളിഫിക്കേഷൻ റീസൺ എന്തായിരുന്നു? ആ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ലേ തെരഞ്ഞെടുപ്പ്, അതിൽ സ്വത്ത് വിവരങ്ങൾ മുഴുവൻ മറച്ചു വെച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ അയോഗ്യനായി പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഈ ദേവരാജ ഗൗഡ എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ഡ്രൈവറുടെ അഡ്വക്കേറ്റും ഈ കേസിൽ അഡ്വക്കേറ്റുമായിരുന്ന അങ്ങേര് ഈ ഹൊള നരസിപ്പൂരാണ് രേവണ്ണയുടെ മണ്ഡലം. രേവണ്ണ അവിടുന്ന് ജയിച്ചിട്ടാണ് MLA ആയിരിക്കുന്നത്. ഈ ഹൊള നരസിപ്പൂരിൽ കഴിഞ്ഞ കൊല്ലം നിയമസഭാ സ്ഥാനാർത്ഥിയുമായിരുന്നു ഈ ദേവരാജ ഗൗഡ. തോറ്റുപോയ ആളാണ്, BJPയുടെ രേവണ്ണയോട് തോറ്റുപോയി. എന്നിട്ട് ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ ദേവരാജ ഗൗഡ അഡ്വക്കേറ്റ് പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ രേവണ്ണ പറഞ്ഞിരുന്നു ഇവനൊരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞിരുന്നു ഈ അഭിഭാഷകൻ. അതിന് മറുപടിയായിട്ടാണ് പത്രസമ്മേളനം നടത്തുന്നത്. ഈ അവൻ്റെ വീഡിയോ അവൻ തന്നെ കൊടുത്ത കേസിൽ അവൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് പ്രജ്വലിനെ പറ്റി. രേവണ്ണയുടെ മകനാണ് വൃത്തികെട്ടവൻ, ഞാനല്ല. ഞാൻ ദിവസവും കുടുംബത്തിൽ തന്നെയാണ് പോയി ഉറങ്ങുന്നത്, കുടുംബത്തിൽ പോയാണ് കിടക്കുന്നത്. ഞാൻ ഏതെങ്കിലും പെണ്ണിൻ്റെ കൂടെ കിടക്കുന്ന വീഡിയോ അവൻ കൊണ്ടുവരട്ടെ എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഈ ദേവരാജ ഗൗഡ. എന്നിട്ട് ഞാനായിരുന്നു ആ ഡ്രൈവറുടെ വക്കീൽ, ആ ഡ്രൈവറാണ് ഈ കാര്യം ആദ്യം പറഞ്ഞത് എന്നും അതിൽ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇതിന് പിന്നാലെ ജനുവരിയിൽ ഈ ഡ്രൈവർ തന്നെ പത്രസമ്മേളനം നടത്തി. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഞാനാണത് ചോർത്തിയത് ഐഫോണിൽ നിന്നുള്ള കാര്യം. കർണാടക പൊളിറ്റിക്സിൽ ഇതെങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഇനി 14 ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇലക്ഷൻ അടുത്ത ഫേസിൽ നടക്കാനുണ്ട് അവിടെ. അപ്പോൾ ഈ പ്രജ്വൽ മത്സരിച്ച സ്ഥലത്ത് ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും അത് കഴിഞ്ഞു. പക്ഷേ 14 സ്ഥലത്ത് ബാക്കിയുണ്ട്. അവിടെ JDSും BJPയും ഇപ്പോൾ സഖ്യത്തിലാണ്. അതെ. ഇപ്പോൾ ഈ JDSലെ ഈ തരം കുഴപ്പങ്ങൾ കുടുംബത്തെ മാത്രമല്ല ഈ മുന്നണിയുടെ ഭാവിയെയും കൂടെ ബാധിക്കും. വരാൻ പോകുന്ന 14 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിധിയെയും സ്വാധീനിക്കും. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ഈ കേസിന് ഇത്രയും വേഗത കിട്ടിയതും ഈ വിവാദം കത്തിപ്പടരാനുള്ള കാരണവും ഈ ഇലക്ഷൻ കോൺടെസ്റ്റാണ്. കയ്യോടെ തന്നെ അമിത്ഷാ ഇത് തള്ളിപ്പറയുകയും ഇയാൾക്ക് ഒരു പിന്തുണയുമില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇയാൾക്കിനി പിന്തുണയില്ലെന്ന് പറഞ്ഞാലും ഇയാളുടെ ഇലക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞു. അപ്പോൾ ബാധിക്കാൻ പോകുന്നത് ഇനിയുള്ള സ്ഥലത്തെ JDSനെ ആയിരിക്കും അല്ലേ? അത് ബാധിക്കുമല്ലോ. അതിനെ എങ്ങനെ അത് ഏത് തരത്തിലായിരിക്കും അതൊക്കെ കൗണ്ടർ ചെയ്യാനൊക്കെ വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് കേസ് പിന്നെയും മുറുകയാണ് ചെയ്തത്. പുറത്താക്കിയിരുന്നെങ്കിൽ അത് അവിടെ കൊണ്ട് നിന്നേനെ. സസ്പെൻഷൻ മാത്രമായതുകൊണ്ട് കോൺഗ്രസ് വീണ്ടും സ്ത്രീകളെയൊക്കെ ഇറക്കിയിട്ടുണ്ട് അവിടെ ഇതിനു വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒരു സ്ത്രീയാണ് പരാതിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വീട്ടിലുണ്ടായിരുന്ന ഇവരുടെ തന്നെ ബന്ധുവാണ്. അവരുടെ മകളെ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു ഈ പ്രജ്വൽ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3000 വീഡിയോസ് ഉണ്ട്, ധാരാളം സ്ത്രീകളുണ്ട്. അവരിൽ ഇനിയും പരാതിയായിട്ടൊക്കെ പലരും വരാനും സാധ്യതയുണ്ട്. കാരണം പണമൊക്കെ ഇറങ്ങുമല്ലോ. ഈ കുടുംബത്തിനെ മൊത്തം ശരിപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ JDU BJP സഖ്യം BJPക്ക് ഒരു നഷ്ടക്കച്ചവടമായിത്തീരും. വലിയ നഷ്ടക്കച്ചവടമാണ് അത്. ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ദേവരാജ ഗൗഡ വക്കീൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് നേരത്തെ തന്നെ കോൺഗ്രസ് ദേശീയ നേതാക്കൾക്കൊക്കെ ഈ പെൻഡ്രൈവ് കൊടുത്തിരുന്നു എന്നാണ്. കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഇത് അറിയാമായിരുന്നു, BJP നേതാക്കൾക്കും അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നതാണ് BJP നേതാക്കൾക്ക് ഈ ഹാസൻ കൊടുക്കരുത്.
BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്രയ്ക്ക് ഈ ദേവരാജ ഗൗഡ കത്തെഴുതിയിരുന്നു. ഹാസനിൽ ഇയാളെ നിർത്തരുത്, നിർത്തിക്കഴിഞ്ഞാൽ വലിയ സ്ഫോടനമൊക്കെ ഉണ്ടാവും, പൊട്ടിത്തെറി ഉണ്ടാവും എന്നൊക്കെ ഈ വിജയേന്ദ്രയോട് പറഞ്ഞിരുന്നു. മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഈ കാര്യങ്ങൾ ചിലപ്പോൾ പെൻഡ്രൈവും കൊടുത്തിട്ടുണ്ടാവാം. കാരണം ഈ പെൻഡ്രൈവ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ പാർക്കുകളിൽ ബസ്സുകളുടെയൊക്കെ സീറ്റുകളിലൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയ നിലയിൽ പലർക്കും കിട്ടിയിരുന്നു. പലരും വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് പടർന്നത്. പിന്നെ ഈ ദേവരാജ ഗൗഡയുടെ ഒരു വാദം എന്താണെന്ന് വെച്ചാൽ, ഈ രേവണ്ണയും കുമാരസ്വാമിയും 2 മക്കളുണ്ടല്ലോ, ആ മക്കൾ തമ്മിൽ അത്ര രസത്തിലല്ല, ശണ്ടയിലാണ്. അപ്പോൾ ഇത് കുടുംബത്തിൻ്റെ അകത്ത് ഇപ്പോൾ വലിയ തർക്കമായിട്ട് വരും. ആഭ്യന്തര സംഘർഷം, ആഭ്യന്തര കലാപമൊക്കെ വരുമ്പോൾ ഈ രേവണ്ണ പോയി കഴിഞ്ഞാൽ അവശിഷ്ട JDS BJPയിൽ ലയിക്കും എന്നൊരു വാദം അയാൾ പറയുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കുമാരസ്വാമിയും ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞു. കുമാരസ്വാമി വളരെ പെട്ടെന്ന് തള്ളി പറഞ്ഞു. അതാണ് ആ കുടുംബത്തിലെ തർക്കത്തിന്റെ ഒരു ലക്ഷണം. അപ്പോൾ ഇതിൽ ദേവഗൗഡ ഏത് സ്റ്റാൻഡ് എടുക്കും അത് കാണണം. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ദേവഗൗഡയുടെ പ്രശ്നം അതാണ്, 2 മക്കളെയും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഗർഭപാത്രം തന്നെ ശ്മശാനമായി തീരും എന്നതുപോലെ ആയിരിക്കുന്നു അവിടുത്തെ ഈ സഖ്യം. അതെ, ഈ BJP ഇലക്ഷന് ശേഷം JDSനെ ഉപേക്ഷിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ കണക്കിന് പോയാൽ, കാരണം ഇത് 14 സീറ്റിലെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇതേപ്പറ്റി ഒരു വിവാദം ഉണ്ടാക്കാതിരിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ച ചെയ്ത വികാരമുണ്ട്. അല്ല, കോൺഗ്രസ് ഇത് പലയിടത്തും അല്ല, തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് ഈ പെൻഡ്രൈവ് പോപ്പുലറാക്കിയല്ലോ. വോട്ടർമാർക്കൊരു തീരുമാനമെടുക്കാവുന്ന വിധത്തിൽ ഇത് ഈ മൊബൈൽ ഫോണുകൾ വഴി പ്രചരിച്ചിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വന്നില്ല എന്നേ ഉള്ളൂ. അതെ, മൊബൈൽ ഫോൺ വഴി ജനങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാധ്യമങ്ങൾ പലതും പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഓർഡർ അയാൾ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. വലിയൊരു ആരോപണവും കുംഭകോണവും ഒക്കെ ആവുമ്പോഴല്ലേ വരുള്ളൂ. അല്ല, ഇത് ഫേക്ക് ആണെങ്കിൽ ഇത് മോർഫ് ചെയ്തു എന്നാണല്ലോ അയാളുടെ അവകാശവാദം. അത് ശരിയാണെങ്കിൽ ഈ വിവാദം അതോടെ തീരുകയല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. കാരണം സ്ത്രീകൾ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അയാളെന്ത് വൃത്തികെട്ടവനാണ്. ഇതൊക്കെ അയാൾ തന്നെ ചിത്രീകരിച്ച് ഫോണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. മാത്രമല്ല, അച്ഛനും എന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും ദോഷമാണത്. ഒരു കുടുംബത്തിലെ സ്ഥാനാർത്ഥികളായി വരുന്ന പല ആളുകൾക്കും ദോഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഗൗഡയുടെ ഈ രാഷ്ട്രീയ കുടുംബം ഇത്തരം അവിശുദ്ധ ബന്ധങ്ങളും ഇടപാടുകളുമായിട്ട് ജീവിക്കുന്ന അവർ തലമുറകളായി പാർലമെൻ്ററി വ്യാമോഹവും വച്ചു പുലർത്തുന്നു. ചെറിയ മകൻ ദേവഗൗഡ, മകൻ, ചെറുമകൻ ഒക്കെ ഇവരെല്ലാം രാഷ്ട്രീയത്തിലാണ്. നിഖിൽ എന്ന് പറഞ്ഞൊരാളുണ്ട്, സിനിമാ നടനുമൊക്കെ കൊച്ചുമകൻ. അതെ, ഈ കർണാടക പൊളിറ്റിക്സ് ഇത്ര അവിശുദ്ധമാണോ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കുന്നതിൽ തന്നെ പകുതിയിൽ ഏറെ ബന്ധുക്കളാണ്. അതെ, രാമകൃഷ്ണ ഹെഗ്ഡേക്ക് പല ബന്ധങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഒഡീസി നർത്തകി, ഹിമാലയത്തിലൊക്കെ മരിച്ചുപോയ ആ നർത്തകി തന്നെ പറയുമായിരുന്നല്ലോ. അതെ, ഹെഗ്ഡയെ പറ്റി ഒരുപാട് കുപ്രസിദ്ധികൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കർണാടക പൊളിറ്റിക്സിനുപരി ഇതൊരു പൈങ്കിളി കഥയായി മാറുകയാണ്, വൃത്തികെട്ട കഥയാണ്. അതെ, അപ്പോൾ ഇതിൻ്റെ പരിസമാപ്തി എന്ത്? BJP ഈ കാര്യത്തിൽ എന്തോ ഒരു മോറൽ സ്റ്റാൻഡ് എടുക്കും? വലിയ പ്രയാസമാണ് BJPക്ക് ഒരു മോറൽ സ്റ്റാൻഡ് എടുക്കാനൊക്കെ ആയിട്ട്. കാരണം അമിത്ഷാ പലതുമൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തീ ഭയങ്കരമായിട്ട് കാട്ടുതീ പോലെ പടരുകയാണ്. അത് നമ്മൾ അതുകൊണ്ടാണ് വനിതാ കമ്മീഷനും കിട്ടിയിട്ടുണ്ട് ഒരു പെൻഡ്രൈവ് അവിടുത്തെ. എന്നിട്ട് വനിതാ കമ്മീഷൻ അത് പിന്നെ കോൺഗ്രസിൻ്റെ അപ്പോയിൻറ്റീസ് ആണല്ലോ. അവർ മുഖ്യമന്ത്രിക്കും അവിടുത്തെ പോലീസ് കമ്മീഷണർക്കും DGPക്കും ഒക്കെ പെൻഡ്രൈവിൻ്റെ കോപ്പി കൊടുത്തിട്ട് കേസെടുക്കണമെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നാഗലക്ഷ്മി ചൗധരി എന്ന് പറഞ്ഞിട്ട്. 28 പാർലമെൻറ്റ് സീറ്റുള്ള സ്റ്റേറ്റാണ് കർണാടകം. 14 സ്ഥലത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും 14 സ്ഥലത്തെ ഇലക്ഷൻ വരാനിരിക്കുന്നു, വോട്ടെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ ഇവിടെ കഴിഞ്ഞ തവണ 25 സീറ്റിൽ BJP ജയിച്ചത്. അതെ, അപ്പോൾ ഈ തവണ കർണാടകയിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വിജയം അതുപോലെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. കാരണം ലോക്സഭയും നിയമസഭയും 2 തരത്തിൽ വരുന്നൊരു സ്ഥലമാണത്, കേരളം പോലെ. അതെ അതെ.
അപ്പോൾ BJP വലിയ ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്ന സ്റ്റേറ്റാണ് കർണാടക. അതെ. അപ്പം അത് എങ്ങനെ ബാധിക്കും എന്നത് വലിയൊരു പ്രശ്നമല്ലേ? വലിയ പ്രശ്നമാണ്. അത് ബാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ BJP തന്നെ അവിടെ അത്യാവശ്യം ഒരു ഡിവൈഡഡ് ഹൗസാണ്. ഈ യെഡിയൂരപ്പ, ഈശ്വരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമത ശബ്ദങ്ങളൊക്കെ അവിടെ ധാരാളം ഉയരുന്നൊക്കെ ഉണ്ട്. മാത്രമല്ല ഇത് മൊത്തം കഥ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് വിജയേന്ദ്ര അറിഞ്ഞിരുന്നാണല്ലോ. യെഡിയൂരപ്പയുടെ മകനാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. അറിഞ്ഞിരുന്നാണ്. ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഗൗഡ കുടുംബത്തിലെ തർക്കങ്ങൾ കൊണ്ട്. ഏതായാലും ആ ഗൗഡ കുടുംബത്തിലെ ഒരാളെ എടുത്തിട്ട് മഞ്ജുനാഥിനെ, മരുമകനെ എടുത്തിട്ട് BJP തന്നെ സ്വന്തം ചിഹ്നം കൊടുത്താണ് ബാംഗ്ലൂർ നഗരത്തിൽ മത്സരിപ്പിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ കുടുംബ പാർട്ടിയായി മാറിയിരിക്കുന്ന കർണാടകത്തിലെ JDSുമായി BJP ഉണ്ടാക്കിയിരിക്കുന്ന ഈ സഖ്യം ഗുണത്തേക്കാൾ ഏറെ അവർക്ക് ദോഷമാണ്. ഒരു നാറിയ കുടുംബത്തിൻ്റെ കൂടെ ചേർന്നിട്ട് പേരുദോഷം വരികയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.